അങ്ങനെ നമ്മൾ വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടോ. ഈ കാണുന്നതാണ് നമ്മളെ വണ്ടി. അപ്പോൾ എല്ലാവർക്കും മോണ്ടിനീഗ്രയുടെ സെക്കൻഡ് ഡേയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ അതേ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ടാക്സി വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ പോയി നമ്മളെ വണ്ടി വാടക ഫസ്റ്റ് നമുക്ക് ബോട്ട് ടൂർ പോകണം. അത് നമ്മൾ 9 മണിക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടാക്സി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി വാടകയ്ക്ക് എടുക്കണം. അപ്പം നമുക്കിനി ഇന്നത്തെ ആ ദിവസത്തിലേക്ക് പോവാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടോ. ഇവിടെ തൊട്ട് താഴെ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു ഇതിനകത്ത്. അപ്പോൾ അത് നമ്മൾ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഓക്കെ, ഇതുവരെ ഉള്ള കാര്യങ്ങൾ സെറ്റാണ്. ഇനി നമുക്ക് നേരെ നമ്മളെ മോണ്ടിനീഗ്രോ നഗരങ്ങളിലേക്ക് ഇറങ്ങാം അല്ലെ. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോട്ടൂർ ഫുള്ള് കവർ ചെയ്യാനാണ്. അതിനുശേഷം ഫുള്ളല്ല, അത് കഴിഞ്ഞിട്ട് നേരെ ബുഡുബായിക്ക് പോകണം എന്നാണ് നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ നാളത്തെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് അവിടെ കോട്ടൂർ അവിടെ ചെന്നിട്ട് ബോട്ട് സർവീസ് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി വാടകയ്ക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അത് വണ്ടി ഇവിടെ ഇല്ലാണ്ട് പറ്റൂല കേട്ടോ. വണ്ടി എടുക്കാറും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു വരുമ്പോ തന്നെ പറ്റുവാണെങ്കിൽ booking.com വഴി നമ്മൾ വരുന്ന അവിടെ തന്നെ, അതായത് എയർപോർട്ടിൽ വണ്ടി കിട്ടും. അല്ലാണ്ട് ഇവിടെ ഞങ്ങളിവിടെ ആദ്യം പിന്നെ ഇവിടെ വന്ന് എടുക്കാന്നുള്ള പ്ലാൻ. വലിയ കുഴപ്പമില്ല കേട്ടോ, വലിയ തിരക്കില്ല റോഡുകളിൽ. അപ്പൊ നമുക്ക് മെല്ലെയാണെങ്കിൽ ഓടിച്ചാൽ മതി. പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് എടുക്കാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ റോഡൊക്കെ ഓടിച്ച് കണ്ടപ്പം വലിയ കുഴപ്പം തോന്നുന്നില്ല. നമ്മളിപ്പോൾ ടിവാറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടോ. നമ്മൾ ഇവിടുന്ന് വണ്ടി വാടക എടുക്കാൻ പോവാണ്. നമുക്ക് ഇന്നലെ എടുത്താൽ മതിയായിരുന്നു. മണ്ടത്തരം കാണിച്ച് നമ്മൾ റൂമിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടും അതേപോലെ തന്നെ നമ്മളെ ഇന്ത്യൻ ലൈസൻസും വെച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ എടുത്തേക്കുന്ന booking.com വഴി കേട്ടോ. അതല്ലാതെ നമുക്ക് ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ഒത്തിരി ഉണ്ട്. പക്ഷെ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇത് എടുത്തുന്നുള്ളൂ. വലിയ കുഴപ്പമില്ലാത്ത റേറ്റിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വണ്ടി കിട്ടിയിട്ട് നമുക്ക് ബാക്കി പറയാം. അതെ, ആമി ഇത് ഇവിടെ കളിച്ചിട്ടുണ്ട് ബർത്ത്ഡേ കാരി. ആമയുടെ ഉടുപ്പ് കാണിച്ചെടുത്തേ, പുതിയ ഉടുപ്പ്. അങ്ങനെ നമ്മൾ വണ്ടി വാടകയ്ക്ക് എടുത്തുട്ടോ. ഈ കാണുന്നതാണ് നമ്മളെ വണ്ടി. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് ആ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണം. ഇതാ ഫ്രണ്ടിൽ ഇവിടെ വരഞ്ഞിട്ടുണ്ട്, ഇവിടെയുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. വണ്ടി പുറമേ നിന്ന് കാണുമ്പോൾ ഒറ്റയടിക്ക് എടുക്കരുത് കേട്ടോ. ഒരു കാരണവശാലും നമ്മൾ ഫുൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഇവിടെ വരഞ്ഞിട്ടുണ്ട്, ഇവിടെ വരഞ്ഞിട്ടുണ്ട്. എടുത്തോ എല്ലാം എടുത്തോ, ഫോട്ടോ എടുത്തോ. ബാക്ക് സൈഡിൽ ഇവിടെയും വരഞ്ഞിട്ടുണ്ട്. നമ്മൾ 300-350 പൗണ്ടായിട്ടോ ടോട്ടല്, ഇൻഷുറൻസ് അടക്കം. ഇനി 3 ദിവസം നമ്മുടെ കൂടെ ഉള്ളത് ഇവനാട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ. പക്ഷേ ഇത് നമ്മൾ എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ഫുള്ള് എവിടെ നമ്മൾ ഈ ടയറിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ല. റിമ്മേലും ചെറിയ മാർക്കൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഇവിടെ നിന്ന് എടുക്കുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ എടുത്ത് വെക്കാം. അതുകൊണ്ടില്ലേ റിമ്മേലൊക്കെ ചെറിയ മാർക്കിംഗ് ഉണ്ട്. ചെളിയാൻ തോന്നും. അപ്പോൾ ഓക്കെ, മിന്നു ആമി ഓൾറെഡി വണ്ടി കയറിട്ടോ. അങ്ങനെ ആദ്യമായിട്ടാവും പിന്നെ ഇത് ഈ സൈഡ് വണ്ടി ഓടിക്കുന്നത്. എന്താവുന്നൊരു പിടിയില്ല. ആമി എങ്ങനെയുണ്ട് വണ്ടി? ഒരു രക്ഷയില്ല, അടിപൊളിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പോവാം. നമ്മളങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഇതാ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ടണലിൽ കയറി. ട്രാഫിക് എന്ന് പറഞ്ഞാല് ട്രാഫിക്കേ ഉള്ളൂ ഇവിടെ. ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ റോഡിൽ ഓടിക്കാൻ ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് അത് പേടിച്ച് ഒരു കാരണവശാലും വണ്ടി എടുക്കാതിരിക്കരുത്. എനിക്ക് ആദ്യം പേടിയായിരുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ UK ഓടിക്കുന്നതിനേക്കാളും സേഫ് ആയിട്ട് തോന്നും. നാട്ടിലൊക്കെ ഓടിക്കുന്ന ഒരു ഫീല് ഈ സൈഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇടത് സൈഡിൽ ആക്ച്വലി അവർക്ക് ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പൊ ഓടിക്കാൻ തുടങ്ങി ഇത്രയും നേരം കുഴപ്പമില്ല. ഇറങ്ങിയതുള്ളൂ കേട്ടോ. അതെ, നമുക്ക് നോക്കാം. പക്ഷെ എപ്പോ ഒരു സമാധാനം ഫീൽ ചെയ്യുന്നു. ഭയങ്കര ചൂടാട്ടോ ഇവിടെ. 38 ഡിഗ്രി കണ്ടാ. കാരണം എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒക്കെ കുറവാണ്. മീൻസ് അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് ചെയ്യണം. ഓരോരുത്തരെ കാണുന്നവരെ വഴിയിൽ നിന്ന് വിളിക്കണം. അവര് പറയുന്ന പൈസ വില പേശണം അല്ലേ. അപ്പൊ നമുക്കിനി നേരെ കോട്ടൂർ ബേയിലോട്ടാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ബോട്ട് ടൂറിന് വേണ്ടിയിട്ട്. അതെ, ടണലിനുള്ളിലെ ട്രാഫിക്കിൽ പെട്ട് കിടക്കുക. ഈ ഒരു സിറ്റി ഫുള്ള് ഈ 2 മലയുടെ നടുക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ആ സൈഡിലും മലയാണ്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഫുള്ള് മലയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു നഗരം ഇരിക്കുന്നത് അല്ലേ, കോട്ടൂർ. അപ്പം നമ്മളിപ്പോഴും ട്രാഫിക് തന്നെയാണ്. അതെ, എന്തൊരു ട്രാഫിക്കാണ് ഇത് കണ്ടോ. നമ്മൾ ആക്ച്വലി രാവിലെ 9 മണിക്ക് നമ്മൾ ബോട്ട് ടൂർ ബുക്ക് ചെയ്തതാ. അത് നമുക്ക് കിട്ടിയില്ല ട്രാഫിക് കാരണം. അതിനുശേഷം ഞങ്ങൾ എന്നാ വിചാരിച്ചു എന്നാ പിന്നെ ഓക്കെ പോയി വണ്ടി പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. 3 മണിക്കാണ് ഞങ്ങളിപ്പോൾ അടുത്തത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിലോട്ടാ പോകുന്നത്.
അത് സത്യം, അത് മാറ്റി തന്നിരുന്നെങ്കിൽ ആ പൈസ പോയേനെ, ബുക്ക് ചെയ്ത പൈസ പോയേനെ. 3 ഓപ്ഷൻ തന്നു, 11 മണി 3 മണി. നമ്മൾ പിന്നെ 3 മണി സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. കോട്ടൂർ ബേയുടെ തൊട്ടിപ്പുറത്തുള്ള ഒരു പാർക്കിംഗ് ആണ്. ഇവിടെ പേ ആൻഡ് പാർക്കിംഗ് ആണ്. അപ്പോൾ മിന്നും ആമയും കൂടെ ഇത് ജ്യൂസെല്ലാം കുടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുക. നല്ല ചൂടാട്ടോ. നമ്മൾ എന്തെങ്കിലും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളാകെ വലഞ്ഞു പോകും. ഞങ്ങൾ ആ ഒരു ബോട്ട് ടൂറിന് വേണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ. 3 മണിക്കാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ കിട്ടിയേക്കുന്നത്. നമുക്ക് കറക്റ്റ് പറഞ്ഞ ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം ബില്ല്. നമുക്ക് ആദ്യം 11 മണിക്ക് ആക്കി തന്നു. 11 മണിക്ക് ഞങ്ങൾ പിന്നെ പോയി ഞങ്ങൾ പറഞ്ഞു പറ്റൂല, ഞങ്ങൾ ഇനി പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് നമുക്ക് 3 മണിക്കാക്കി തന്നു കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ട്രാഫിക്ക് ഭയങ്കര ആയതുകൊണ്ട് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും. നമ്മൾ സമ്മറി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എടുത്തേക്കുന്നത് കേട്ടോ. അതല്ലാതെ ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ പരിപാടിയായിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്ന് എടുക്കാം, ഒരു പ്രശ്നമില്ല. ടൈം ഇഷ്ടംപോലെ ടൈമിന് അവൈലബിൾ ആണ് സംഭവം. ബുക്ക് ചെയ്തിട്ട് വരുന്നത് മണ്ടത്തരാന്നേ ഞാൻ പറയുള്ളൂ, ഇവിടുത്തെ ട്രാഫിക്ക് വെച്ചിട്ട്. കാരണം നമ്മൾ എല്ലാം ബുക്ക് ചെയ്ത് റെഡിയാക്കി വന്നത് 2 ദിവസത്തെ പ്ലാൻ മൊത്തം നമ്മൾ പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷേ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. നമ്മൾ ടാക്സി ഒക്കെ എടുത്ത് വലഞ്ഞു പോകും. ഇപ്പം നമ്മൾ സ്വന്തം വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ കയ്യിൽ ഈലെല്ലാം കറങ്ങി തിരിഞ്ഞ് അങ്ങനെയൊക്കെ ഇവിടെ എത്തി. One by one, I will help you everybody, okay? Yes, please. Give me your hand. Welcome. ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറിയിട്ടാണ്. ഇത് അത്യാവശ്യം വലിയൊരു ബോട്ടാണ്, ഒത്തിരി പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. Other day before go fishing, they visit, no picture, they come again, they find again. This is couple of. അങ്ങനെ ഞങ്ങളിപ്പോ ഇത് ലേഡി ഓഫ് ദ റോക്സ് എന്ന് പറയുന്ന ആ ഒരു ഇതൊരു ചർച്ചാണ്, മാൻമേഡ് ഐലൻഡ് ആണ്. അപ്പൊ ഈ ഒരു ഐലൻഡിന്റെ ചരിത്രം പറയുവാണെങ്കിൽ ഇതൊരു മാൻമേഡ് ഐലൻഡ് ആണ്. 2 ഫിഷർമാൻസ് അവരിങ്ങനെ ഫിഷിങ്ങിന് പോകുമ്പോൾ ഇവിടെ ആദ്യം ഒരു മാതാവിന്റെ ഒരു പടം കണ്ടു. അത് കഴിഞ്ഞാൽ അവർ അവിടെ പറാസ് എന്ന് പറയുന്ന അവിടെ വേറൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നെ നോക്കിയപ്പോൾ അവിടെ കാണാനില്ല, വീണ്ടും അത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരു 2-3 ടൈംസ് അങ്ങനെ റിപ്പീറ്റ് അടിച്ച് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു അത്ഭുതമാണെന്ന്. അങ്ങനെ അതുപോലെ തന്നെ ആ ഫിഷർമാന് ഭയങ്കര അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ചിത്രം എടുത്തതിന് ശേഷം അവർ അസുഖമൊക്കെ പോയി. സോ അവർക്ക് മനസ്സിലായി ഇവിടെയാണ് ആ ചിത്രം ഇരിക്കേണ്ടതെന്ന്. പക്ഷേ ആ ചിത്രം ഇപ്പോൾ ഇതിനകത്തുണ്ടോ? എന്നാ നമുക്ക് കയറി കണ്ടാലോ? വാ, എന്നാൽ ടിക്കറ്റ് എടുക്കണ്ടേ? അതിനകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണം അല്ലേ? വാ, നമുക്ക് അവിടെ കയറി കണ്ടിട്ട് വരാം. മാതാവിൻ്റെ രൂപമല്ലേ. ഈ ഒരു ബോട്ടോറിൽ 3-4 സ്ഥലം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബോട്ടിൻ്റെ അടുത്തേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ ഇവിടെ 20 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ. അരളിച്ചെടിയല്ലേ? അരളിച്ചെടിയാവും. നമുക്കിനി ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി നമ്മളെ കൂട്ടാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകും. നടന്നു പോകാൻ പറ്റത്തില്ല, ഫുൾ ഐലൻഡ് അല്ലേ. After this boat, we go inside. I hope. For your safety first, if you want, you can jump from backside. Also, we have leather backside. അപ്പൊ നമുക്ക് ബ്ലൂ കേവിൽ കയറാൻ പറ്റൂല കേട്ടോ, കാരണം ഇപ്പൊ വെതർ മോശമായതുകൊണ്ട് നല്ലോണം കടൽ പൊങ്ങിയത് കാരണം അതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് കാണിച്ചു തന്നെ എങ്ങനെയാന്ന്. ഇതല്ലേ, നമുക്ക് അവിടെ കാണാം, അവിടുന്ന് ഫുള്ള് കാണാം. അങ്ങനെ നമ്മൾ കണ്ടു. അപ്പൊ ഇനിയിപ്പോ ഇവിടെ സ്വിം ചെയ്യാനുള്ള ടൈമാണ് കേട്ടോ. നമുക്ക് സ്വിം ചെയ്യേണ്ടവർക്ക് സ്വിം ചെയ്യാം. നമ്മളൊന്നാണെങ്കിൽ സ്വിം ചെയ്യുന്നില്ല, സ്വിമ്മിങ് അറിയത്തില്ല. അബിക്ക് സ്വിമ്മിങ് അറിയാം, പക്ഷെ അബി ചാടുന്നില്ല. ഞാൻ ചാടിക്കുക, എനിക്ക് ചാടാനുള്ള മടിയായി, അതുകൊണ്ട് ഞാൻ ചാടുന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ എന്താണെന്ന് അറിയാലോ. എനിക്ക് ചാടാൻ മടിയായില്ല. എനിക്ക് തുള്ളണമെന്നുണ്ട്, പക്ഷെ ഈ ഒരു കടലിൽ തുള്ളിക്കഴിഞ്ഞാൽ പൊങ്ങോന്നുള്ള കാര്യം അറിയത്തില്ല. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്, എന്നാലും പേടിയാട്ടോ. ഭയങ്കരത്തില് കടല് ഭയങ്കരത്തില് ഇതാവുന്നുണ്ട്. എല്ലാവരും തുള്ളുന്നുണ്ട്, നമുക്ക് പിന്നെ തുള്ളാൻ വയ്യ. പിന്നെ ഇത് ഇങ്ങനത്തെ ഉടുപ്പെല്ലാം ഇട്ടോണ്ട് വന്നോണ്ടാ. പിന്നെ ഇവിടുത്തെ ഉള്ളവർക്കൊന്നും അങ്ങനത്തെ ഒരു വിഷയമില്ല കേട്ടോ, നമ്മളെ കൊണ്ടാവില്ല. അങ്ങനെ ബോട്ട് ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിട്ടോ. നല്ലോണം ക്ഷീണിച്ചു പോയി. നല്ല കടലിങ്ങനെ എടുത്ത് അടിക്കുമായിരുന്നു അല്ലേ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. തിരിച്ച് എങ്ങനെയെങ്കിലും കടയിൽ തിരിച്ചെത്തിയാൽ മതി എന്നുള്ള ഇതായിരുന്നു. സംഭവം വെറുത്താട്ടോ, കാരണം 40 അല്ല എത്ര 60 ഉണ്ടോ 40 ഉണ്ടോ കേട്ടോ. 3 പേർക്കും കൂടെ അത്രേ ആയുള്ളൂ. അന്നേരം ആക്ച്വലി വെർത്താണ്, ആ പൈസക്ക് വെർത്താണ്. കാരണം 3 മണിക്കൂറുണ്ട്.
പിന്നെ 3-4 സ്ഥലവും കാണാമല്ലേ, 3-4 സ്ഥലവും കവർ ആവുന്നുണ്ട്. ഇപ്പം നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. ഹായ് പറഞ്ഞു എല്ലാവരോടും. ഞങ്ങളിപ്പോൾ ബോട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാ. ഇവിടെ ഈ കടയിൽ കയറി ഇരിക്കുവാണ്. പിന്നെ പറയേ എന്തായി മടുത്താ? സത്യം പറഞ്ഞാൽ നമ്മൾ കോട്ടൂർ ഇനിയും നടന്ന് കാണാനുണ്ട്. ഓൾഡ് സിറ്റി ഒന്നും നമ്മൾ പോയിട്ടില്ല. മറ്റേ ഉപ്പുവെള്ളം അടിച്ചിട്ട് മൊത്തം നനഞ്ഞു ഇതായിരുന്ന പോലെ. അപ്പം ഇന്ന് നമ്മളിനി നേരെ ബുഡുവയ്ക്ക് പോകട്ടെ. ഇവിടുന്ന് അങ്ങനെ നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിരിക്കുകയാണ്. ചിക്കൻ സ്റ്റിക്സ് വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ? ആമി എടുത്തോ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി ഇപ്പോൾ നമ്മൾ ബുഡുവയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ബുഡുവാന്നാണോ ഇനി ബുഡുവാന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല അല്ലേ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ അത് അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കണം. ബുഡുവയുടെ അടുത്തായിട്ടാണ് നമ്മുടെ അക്കോമഡേഷൻ. ഇപ്പൊ ഇതാ വെയിലൊക്കെ ആറി അല്ലേ, നല്ല സുഖം. അതെ, നമ്മുടെ UK-നേക്കാളും 1 hour കൂടുതലാട്ടെ. അതായത് 1 hour മുന്നോട്ടാണ് ഇവിടെ ഓടുന്നത്. അപ്പൊ നമ്മളിപ്പോ താമരശ്ശേരി ചുരം പോലെ ഇപ്പൊ ഒരു ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് വളവും തിരിവുമാണ് അല്ലേ. അവിക്കാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് ടെൻഷനാ ഭയങ്കര. ഇതുണ്ടോ നമ്മളിങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് വേറെ എവിടെയും പോയിട്ടില്ലല്ലോ. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവറുടെ അടുത്ത് അവിടെ നമ്മൾ ഓടിച്ചില്ലല്ലോ. അവിടെ ആക്ച്വലി നമുക്ക് ഓടിക്കാവോ? ഇത് എനിക്ക് കരിച്ചേരി വളം ഓർമ്മ. ഫോണിൽ തെറിച്ച് വളഞ്ഞു പോകും. ഒരു സിറ്റി നോക്കല്ലേ. നൈറ്റൊക്കെ ഇങ്ങനെ ഈ മോളിൽ നിന്ന് ഈ ലൈറ്റ് ഇട്ട് കാണുമ്പോൾ അടിപൊളി വ്യൂ ആ. പക്ഷെ ഈ ചൂടാ ഒരിച്ചിരി പ്രശ്നം. നമ്മള് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മള് ഇപ്പൊ UK-എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു തണുപ്പിൽ ഇങ്ങനെ നിന്നിട്ട് വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇത്ര നേരം നല്ല അടിപൊളി ടൗൺ ആണെന്നും പറഞ്ഞോണ്ടിരുന്നല്ലോ. അതാണ് കേട്ടോ ബുഡുവ ടൗൺ. ഈ കാണുന്നതാണ് ബുഡുവ. ഓക്കെ, ഏതാണെങ്കിലും നിങ്ങളത് അതിനനുസരിച്ച് എടുത്തോളൂ. നമ്മള് ബുഡുവാന്നൊക്കെ പറയും. അതെ, ആമി പറയുന്നുണ്ട് ടുവാന്ന്. ബുഡുവാ ഈ ബുഡുവയുടെ നടുക്കൂടെയാണ് ഇനി നമ്മളെ അക്കോമഡേഷനിലേക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ ബുഡുവയിൽ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന അപ്പാർട്ട്മെന്റിൽ എത്തി കേട്ടോ. കണ്ടോ, രാവിലെ കാണാം ഇവിടെ അടിപൊളി. നല്ല ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇനി രാവിലെ എന്താ അവസ്ഥ നോക്കാണ്ട്. റോഡൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ദൂരം റോഡൊന്നും ഇല്ല. ഓഫ് റോഡായിരുന്നു. ലോക്ക് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മുടെ വണ്ടീനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വണ്ടി കേട്ടോ, ഓടിക്കാൻ നല്ല സുഖമുണ്ട്. അത് ഓഫ് ചെയ്യണം. അത് വണ്ടി ലോക്ക് ചെയ്യുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് ഓഫ് ആവും. ബാബോ അല്ലാടി, അത് പൂച്ചയാടി. നല്ല കാറ്റുണ്ട് അല്ലേ. ആ മുന്തിരിച്ചെടി നോക്കി നല്ല രസമില്ലേ. ഓക്കെ, നമുക്ക് ഇപ്പോൾ റൂമിലേക്ക് ഇല്ല. റൂമിൽ ചെന്നിട്ട് ബാക്കി പരിപാടി.